രൂപാന്തരീകരണങ്ങൾ. രചന ജിബിൽ പെരേര. ഞാൻ ആ കവിയുടെ കവിതകൾ വായിക്കുകയായിരുന്നു. അയാളുടെ പ്രണയ കവിതകൾ വായിച്ചു വായിച്ച് എനിക്ക് കവിയോട് പ്രണയമൂത്തപ്പോഴാണ് കവി ഒരു പൂമരമായി എൻ്റെ മുമ്പിൽ പൂത്തുനിന്നത്. ഞാൻ അയാളെ പ്രകൃതി സ്നേഹി എന്ന് വിളിച്ച ദിവസം അയാൾ മഴയായി പെയ്തു, എന്നിൽ പുഴയായി ഒഴുകി. പച്ചയായി എഴുതുന്നവനെന്ന ഒരൊറ്റ വിശേഷണം കൊണ്ട് തന്നെ പച്ച പുതച്ച കൊടുങ്കാറ്റായി അയാൾ. ജീവിതഗന്ധിയായ രചനകളുടെ കൂട്ടുകാര എന്ന വിളിയിൽ അയാൾ ചന്ദനഗന്ധമുള്ള ഒരു തെന്നലായി എന്നെ പുണരാൻ തുടങ്ങി. എന്തൊരു താളമാണ് എഴുത്തിനെന്ന ഒറ്റ വാചകത്തിലാണ് അയാൾ ഒരു ഗന്ധർവനായി എന്നെക്കുറിച്ച് പാടിയത്. ഞാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കെ കവി മാനം മുട്ടെ വളർന്നുകൊണ്ടിരുന്നു. അയാൾ ആകാശമായി, അമ്പിളിമാമനായി, നക്ഷത്രമായി, നിലാവായി, നിലവിളക്കായി, പൂവായി, പൂന്തോട്ടമായി, പട്ടമായി, പറവയായി. അപ്പോഴാണ് ഞാൻ ആ കവിയുടെ ഒരു പുതിയ കവിത കണ്ടത്. ചേരാത്ത ചില ബിംബങ്ങൾ, ആവർത്തന വിരസതയുള്ള വാക്കുകൾ. ഉടനെ ഞാൻ കവിക്ക് തുറന്നെഴുതി. നിമിഷങ്ങൾക്കകം കവിയും കവിയുടെ കൂട്ടാളികളും സോഷ്യൽ മീഡിയയുടെ ഗേറ്റ് തല്ലി തകർത്ത് എൻ്റെ പ്രൊഫൈൽ വാളിൽ കുത്തിയിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ നിർത്താതെ കുരയ്ക്കുന്ന കുറെ പേപ്പട്ടികൾ. അതിലൊന്നിന് എൻ്റെ പ്രിയപ്പെട്ട കവിയുടെ അതേ രൂപം, അതേ ശബ്ദം.